ഇന്നും പതിവ് പോലെ എഴുന്നേറ്റ് പുഴയരികിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മോർണിംഗ് റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ മീൻ നോക്കലേ. എന്നും രാവിലെ ഞാൻ ആദ്യം വരേണ്ടത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. നോക്കിയപ്പം വെള്ളത്തിലെന്തോ അനങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു കമ്പെടുത്തിട്ട് നമ്മുടെ വല അങ്ങ് പൊക്കിയെടുക്കുവാണേ. ഇവന്മാർ രണ്ടുപേരും ഇല്ലേ, കൈക്ക് നല്ല വെഴുക്കലായം കൊണ്ടിട്ട് തെന്നിപ്പോയിക്കൊണ്ടിരിക്കും. ഞാനുണ്ടല്ലോ കപ്പയില്ലേ, കപ്പയെന്ന് വെച്ചാൽ ഈ കൊള്ളി എന്നൊക്കെ പറയും. ആ കപ്പയുടെ തൊണ്ടും അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗവും അതൊക്കെ കൂടി ഞാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടേ. അത് കപ്പ ഇട്ടാൽ കരിമീൻ കയറുമെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇതിപ്പോൾ നമ്മൾ മീനെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇത് നമ്മൾ കൂടെ കൊണ്ട് എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. ബൈ. ഇത് കണ്ടോ, നമ്മുടെ കൂടൊക്കെ വരാലന്ന് കയറിയപ്പോൾ പൊടിഞ്ഞു പോയില്ലേ. നമ്മൾ ആ തൂമ്പിലോട്ട് ഈ ഭാഗം വെളി വരത്തക്ക രീതിയിൽ നമ്മളങ്ങ് വെക്കുവാണ് കേട്ടോ. ഞാൻ ഇവിടെ കപ്പ ഇട്ടിട്ടേക്കണേ. വെക്കുമ്പോൾ തന്നെ പുഴയിൽ വലിയ മീൻ വെട്ടണുണ്ട് കേട്ടോ. അവരൊന്നും പക്ഷെ ഇങ്ങോട്ട് വന്നില്ല. നമ്മുടെ കുളത്തിൻ്റെ അകത്തായിട്ട് ഞാൻ കപ്പയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിമീൻ കയറുവാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണേ. സൺഡേ എന്നാ സുമാവാ അടിച്ചുണ്ടെന്ന് വരിക കുട്ടന്മാരോടൊപ്പം അടിച്ചു കേട്ടോ. നമുക്കിന്ന് ഈയല്ലേ പറഞ്ഞത് സൺഡേ ആയിട്ട് മീനൊന്നുമില്ലെന്ന്. മീനെല്ലാം പിടിച്ചിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ഡാൻസ് ക്ലാസ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു. പിന്നെ ധൃതി പിടിച്ചിട്ടാണ് ഈ പുട്ടും പഴവും അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കണേ. കഴിച്ചിട്ടും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ നല്ല പാടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ധൃതി പിടിച്ച് കഴിച്ചാൽ ഇങ്ങനെയാണല്ലോ. ടീച്ചർ വഴക്കിടണ കൊണ്ടിട്ടേ ഇന്ന് എന്നെ എടുത്ത് പൊങ്കാലിടും താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. അതോർത്തിട്ട് ഞാൻ അങ്ങ് വാരി വലിച്ച് തിന്നുവാണ് കേട്ടോ. സമയമില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്നും കഴിക്കാണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ എനിക്ക് അങ്ങ് തലകറക്കായിരുന്നു. അത് വിചാരിച്ചിട്ടാണ് ഇന്ന് കഴിക്കാൻ പറ്റാഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ ഇരുന്നോട്ട് കുത്തിക്കയറ്റി വിടണത്. ഇപ്പം ഈ ബോബനും മോളിയും കൂടി എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ പടിഞ്ഞാറ് പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കയ്യും കാലും വയ്യേന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് പോയി തേങ്ങ ഇട്ടുണ്ട് വാന്ന് കിയ പറഞ്ഞ്. നമ്മുടെ പടിഞ്ഞാറ് പറമ്പിലോട്ട് തേങ്ങ ഇടാൻ പോണ പോക്കാണേ. ഇതാണ് നമ്മുടെ പടിഞ്ഞാറ് പറമ്പ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പുഴയില്ലേ, അതിങ്ങനെ കറങ്ങിപ്പോണതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഈ പുഴ കറങ്ങിപ്പോണടുത്താണ് നമ്മുടെ സെമിയുടെ വീടും. അങ്ങനെ നമ്മൾ തേങ്ങ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് കേരവൃക്ഷം. ഇതിന്മേലെ ആ ഉണങ്ങിക്കിടക്കുന്ന തേങ്ങകളില്ലേ, അതാണ് പണ്ട് അർജുനൻ പറഞ്ഞ പോലെ ഉന്നം തെറ്റാണ്ട് നമുക്കിടണ്ട തേങ്ങാക്കുലകൾ. ഇതിപ്പോഴറിയാം നമ്മുടെ ശ്രീ തേങ്ങാക്കുലകളാണോ കണ്ടത്, അതിൻ്റെ മേളിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെയാണോ കണ്ടതെന്ന്. ദിശകളൊന്നും തെറ്റിയില്ല. ഉന്നം വളരെ ശരിയായിരുന്നു. അങ്ങനെ ഒരു 10 തേങ്ങ നമ്മൾ അവിടുന്ന് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാനൊരു കരിക്കും കൂടി ഇടിയിച്ചിട്ടായിരുന്നു അവിടുന്ന് പോന്നിട്ടുണ്ടേ. സ്പീഡ് അടിക്കണം. പിന്നെ നമ്മളിതാ ഈ പറമ്പിൽ മൊത്തം നമ്മൾ ജാതിത്തൈ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഞായറാഴ്ച കൊണ്ടുവച്ച ജാതികളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതെല്ലാം നനക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടാങ്കും കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇവിടവും ഭയങ്കര സുന്ദരമാണ് കേട്ടോ. നല്ല പ്രകൃതി രമണിയും കാറ്റും
കവികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒന്നും അല്ലാഞ്ഞിട്ടും എനിക്ക് വരെയും കവിത എഴുതാൻ മുട്ടണടോ. ഞാനിവിടെ വന്ന സമയമൊന്നും എനിക്ക് ഈ സ്ഥലമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഒരു അനക്കവും ഇല്ല, ആളും ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലം. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാലേ ഇത് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വർഗ്ഗമാണ് കേട്ടോ. ഒരു പൂ ചോദിച്ച കിയക്കെ നമ്മളൊരു പൂക്കാലം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ ചോദിച്ചപ്പം നമ്മൾ ഒരു കൊട്ട തേങ്ങ കൊണ്ട് അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ എല്ലാം കൊടുത്തിട്ട് കിയനെ സോപ്പിട്ട് വെറുതെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ എന്നാൽ ഇനിയിപ്പോയി വിറകൊടിക്കാമെന്ന് പറഞ്ഞേ. ഒന്നും പറയണ്ടടോ, ഒരു ഞായറാഴ്ച കിട്ടിയാലേ എനിക്കിവിടെ അടിമപ്പണിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി വിറക് ഒടിച്ച് അവിടുന്ന് കുറച്ച് അടക്കയൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ഒരു ജാതിക്ക തിന്നാൻ തോന്നിയത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.